അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 20. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റബീഉൽ അവ്വലിന്റെ അവസാന ദിവസമായ ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ ഖുർആൻ പ്രഭാതം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തോ അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകളുടെയോ ഒക്കെ വിശദീകരണം മണിക്കൂറുകൾ നാം നടത്താറുള്ളത് കേവലം 5 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് പറയാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്തായ ലാ തജഅലു ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ എന്ന് പറഞ്ഞ ആയത്താണ്. അതായത് മുഅ്മിനീങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അതിനെ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളോട് പറയുന്ന അഭ്യർത്ഥനയെപ്പോലെ കാണരുത്. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളെ, അഭ്യർത്ഥനകളെ. കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ ദുആ അത് സ്വീകരിക്കാം, സ്വീകരിക്കപ്പെടാതിരിക്കാം. പക്ഷേ മുത്തുനബിയുടെ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒരർത്ഥം ഇതാണ്. രണ്ടാമത്തെ ഒരർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയെ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളെ വിളിക്കുന്നത് പോലെ തള്ളിക്കളയരുത്. നിങ്ങളെ ഒരാൾ വിളിച്ചു, നിങ്ങൾക്ക് വിളി കേൾക്കണമെങ്കിൽ കേൾക്കാം, കേൾക്കാതിരിക്കണമെങ്കിൽ കേൾക്കാതിരിക്കുകയും ചെയ്യാം. കേൾക്കലാണ് മാന്യത. എന്നാൽ മുത്തുനബി വിളിച്ചതിന് ഉത്തരം ചെയ്യുക എന്നത് അത് കേവലം ഒരു മാന്യതയും മനുഷ്യത്വവും അല്ല, മറിച്ച് നിർബന്ധമായ കാര്യമാണ് എന്നാണ് ഇവിടെ ഈ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ അർത്ഥതലം ലാ തജഅലു ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വിളിക്കും പോലെ അത്യുച്ചത്തിലോ ബഹുമാനം കുറഞ്ഞ സ്വരങ്ങളിലോ ഒന്നും ആകാൻ പാടില്ല. വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, പതിഞ്ഞ പതുങ്ങിയ സ്വരത്തോടെയാണ് നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കേണ്ടത് എന്നർത്ഥം. ഇത്രയും അർത്ഥമാണ് ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറും അതുപോലെ തന്നെ മറ്റു മുഫസ്സിറുകളുമൊക്കെ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അർത്ഥം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ അത് മഖബൂലാണ്. നബി തങ്ങളുടെ ദുആഇനെ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ ദുആ പോലെ ആക്കിക്കളയരുത് എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയെ ഒരുപാട് ഇസ്ലാമിലേക്ക് വിളിച്ചു, മടുത്തു. അവസാനം മുത്തുനബിയോട് ചെന്ന് വിവരം പറഞ്ഞു, മുത്തുനബിയെ അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ എന്ന് തങ്ങൾ ദുആരക്കണം, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. നീണ്ട കഥയാണ്, ചുരുക്കി പറയുന്നു. മുത്തുനബി ദുആ ചെയ്തു, സഹാബത്ത് ആമീൻ പറഞ്ഞു. അബൂ ഹുറൈറ ഓടി വന്ന് വീട്ടിൽ വന്ന് ഉമ്മനെ വിളിക്കാൻ നോക്കിയപ്പം വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പം കുളിച്ച് വൃത്തിയായി മുഖമക്കനയടക്കം ധരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉമ്മ വാതിൽ തുറക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും പറഞ്ഞുകൊണ്ടാണ് വാതിൽ തുറന്നത്. കഴിഞ്ഞില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയെ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളെ വിളിക്കുന്നത് പോലെ ആക്കി കളയരുത് എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ അതിന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇമാമ് നിന്നിട്ടുണ്ട്, അവിടുത്തെ ഖാദിയായിരുന്നു. പക്ഷേ ഇമാമത്തിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ച ബാങ്ക് വിളി
റസൂലുള്ള ഒരിക്കൽ പോലും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഇമാം നൈസാബൂരി പറയുന്നു, അൽ ഹിക്മത്തു ഫീ കൗനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഉമ്മു വലാ യുഅദ്ദിനു. നബി ഇമാമ് നിൽക്കുമായിരുന്നു. അതിലേറെ മഹത്വമുള്ള ബാങ്ക് വിളി എന്തുകൊണ്ടാണ് നബി നിർവഹിക്കാതിരുന്നത്? അതിലുള്ള ഹിക്മത്ത്, യുക്തി മഹാനവറുകൾ പറയുന്നു, അന്നഹു ലൗ അദ്ദന ലകാന കുല്ലു മൻ തഖല്ലഫ അനിൽ ഇജാബത്തി കാഫിറ. മറ്റാര് ബാങ്ക് കൊടുത്താലും ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനെത്താൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് അപകടമൊന്നും വരാനില്ല. പക്ഷേ മുത്തുനബി ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് പിന്നെയും പള്ളിയിൽ അതിന് ഇജാബത്ത് ചെയ്ത് എത്താത്ത വ്യക്തികൾ അവർ കാഫിറായി പോകുമെന്നാണ് ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ ബാങ്ക് വിളിക്കണ്ട എന്ന് അല്ലാഹു തആല മൂന്നാമത്തേത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അഭിസംബോധനം ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴും എല്ലാവിധ ആദരവും ബഹുമാനവും കലർന്ന ഭാഷയിലും സ്വരത്തിലുമാണ് വിളിക്കേണ്ടത് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്.